Welcome to Koya Calling. വിളിച്ചിരുന്നോ സൽമാൻ? ആരാ? ആരിഫ് ഹുസൈൻ തെരുവത്ത്. ആ ഞാൻ വിളിച്ചിരുന്നു. ആരാണ്? നിങ്ങൾ ട്രൂ കോൾ ഉണ്ടോ? നിങ്ങളെ പേര് പറഞ്ഞ ഓ പേരേ ആ ലൈവിലാ അല്ല, റെക്കോർഡ് ചെയ്താ? അല്ല എന്താ എക്സ് റെക്കോർഡിങ്. മുസ്ലിം ആണോ? പിന്നെ മുസ്ലിം എന്താ? എക്സ് മുസ്ലിം ആണോ? മുസ്ലിമിനല്ലല്ലോ. ആ എക്സ് മുസ്ലിം ആണോ? അങ്ങനൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ്? പടച്ചമ്പുരാൻ്റെതുണ്ട്, വിശ്വാസമുണ്ട്. വിശ്വാസമുണ്ട്. അപ്പൊ പിന്നെ ആ പേര് പറയുന്നതിന് എന്താ പ്രശ്നം? ഞാൻ ഇതിൽ കണ്ടത് സൽമാൻ എന്നാണ്. സൽമാൻ തന്നെയാണോ പേര്? യെസ്. ഞാൻ കൊറേ സൽമാൻ വിളിച്ചിരുന്നു. ഫാരിസ്. ഞാൻ നിങ്ങളെ പരിപാടി അടങ്ങി വെക്കെടുക്കേ ഇവിടെ മലപ്പുറം ജില്ലയില് തൃശ്ശൂർ ഇപ്പൊ വന്നു പറഞ്ഞു. അപ്പൊ പോയി ആ നമ്മളവിടെ മഞ്ചേരി ഭാഗത്ത് ഇങ്ങോട്ടാണ്. അപ്പൊ നിങ്ങൾ എവിടെയും വെക്കൂണ്ട ആരെ കേൾക്കാൻ വരും. ഓൺലൈനിൽ ഉണ്ടല്ലോ, അവിടെ കേട്ടാ പോരെ. ഇപ്പൊ ഉണ്ടോ? ഞാൻ അങ്ങനെ വല്ലാതെ നോക്കലില്ല. ആ ഇന്നലെ ഇപ്പൊ അത് ശരി. നിങ്ങളത് ഇന്നലെ കുറച്ചു നേരം കേട്ടു. പിന്നെ നമ്മള് ഉം ഇതായിട്ട് അത് വെച്ചു. ശരി. അപ്പൊ നിങ്ങൾ ആ വിശ്വാസിയായിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ ഫിത്തനല്ലേ നമ്മള്? ഏ നമ്മള് ഫിത്തനല്ലേ? നിങ്ങൾ എന്തിനാ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നത്? അങ്ങനൊന്നുമില്ല. പിന്നെ എല്ലായിടത്തും കാണും. നമ്മളെല്ലായിടത്തും കാണും. നമ്മള് എന്നിട്ട് ഇപ്പൊ BJP ആണെങ്കിൽ എല്ലാ പാർട്ടിന്റെയും കേൾക്കും, എല്ലായിടത്തും കാണും. പക്ഷെ അതിനിപ്പോ എന്താ? ഇവിടെ ആൾക്കാർ പറയണത് വിശ്വാസികൾ ആരും എന്റെ വീഡിയോ കാണാറില്ല എന്നാണല്ലോ പറയാറ്. ഇതൊക്കെ പറയണ്ട പോലെ അല്ലേ. ഉം. നമ്മളെ വിശ്വാസം നമ്മളെ ഉള്ളിലല്ലേ. അതെ, വിശ്വാസികളൊന്നും എന്റെ വീഡിയോ കാണാൻ സാധ്യതയില്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ തോന്നി? നമ്മളെ എന്താ വെച്ചാല് പറയണ്ടത് പലതും പലതാണ് പറയേണ്ടത്. അപ്പൊ നമ്മളൊക്കെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാലോ. അപ്പൊ നിങ്ങള് ഉം എന്താണ് രാഹുൽ ഈശ്വരോ ഉം മൂപ്പരേറ്റൊക്കെ പറഞ്ഞ സംവാദമൊക്കെ നമ്മള് കേൾക്കുന്നുണ്ട്. അല്ല ആ അത് പറഞ്ഞ പോലെ അല്ലേ. നിങ്ങള് മാത്രമേ കേൾക്കാറുള്ളൂ അതോ നിങ്ങളെ കൂട്ടുകാര് മുസ്ലിങ്ങളായിട്ടുള്ളവരൊക്കെ നമ്മളെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ? ഇതൊന്നും നമുക്കറിയില്ല. ഞാൻ ഇങ്ങനത്തെ മറ്റേ സംവാദമുള്ള എല്ലായിടത്തും കാണും. ഇപ്പൊ ജമാഅത്താണെങ്കിൽ മുജാഹിദാണെങ്കിൽ തെബിലിയാണ് ഒക്കെ കാണും. അതാ. അങ്ങനൊന്നുമില്ല. എന്നിട്ട് കണ്ടിട്ട് എന്ത് തോന്നി? കണ്ടിട്ട് തോണിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തോന്നാന്, നമ്മള് കൊറേയൊക്കെ ചരിത്രം എന്ന് പറഞ്ഞാൽ വളച്ചൊടിച്ചിട്ടുള്ളതല്ലേ. ആര് വളച്ചൊടിച്ചു? കൊറേ സ്ഥലത്ത് വളച്ചൊടിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ ഹ്യൂമാനിറ്റീസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ? ഞാൻ സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ടുണ്ട്. ഹ്യൂമാനിറ്റീസ്. ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ട് ആ അതിൽ തന്നെ കൊറേ ചരിത്രം പറഞ്ഞിട്ട് വളച്ചൊടിച്ചുകൊണ്ടാണ് നമുക്കത് നന്നായി പിന്നെ പറയുമ്പോഴുള്ള കാര്യമല്ല പിന്നത്തെ വരുമ്പോ. അപ്പൊ നിങ്ങള് വിളിച്ചോണ്ടേ ഇരുന്നത് എന്തിനു വേണ്ടിട്ടാ? എന്ത് പറയാനാ? നിങ്ങൾക്ക് സംവാദം ഉണ്ടെങ്കിലൊക്കെ നമ്മള് കേൾക്കണതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മളിപ്പോ അതൊരിക്കലും ഇല്ല. ആ ഓ, കാരണം ഏത് അതറിയാൻ കേക്ക്. വേണ്ടിയാണ് വിളിച്ചത്. ആ ഓ അത് പിന്നെ ശരി. പിന്നെ അങ്ങനത്തെ നിങ്ങളെ ലൈവിൽ എങ്ങനെ എടുത്തപ്പോ നമ്മള് ഫോണ് കട്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മള് പിന്നെ തൊര്യം കിടക്കണ്ട വിചാരിച്ച ഒരു മനുഷ്യനല്ലേ. ആ അപ്പൊ നിങ്ങള് ഇപ്പൊ ലൈവ് അല്ല. ഇപ്പൊ ഞാൻ കോൾ ഇങ്ങനെ കണ്ടിട്ട് ഇത് വിശ്വാസികളാരും വിളിക്കുന്നില്ല എപ്പോഴേ. അപ്പൊ ഒരു പേരിങ്ങനെ വിശ്വാസിയുടെ പേര് കണ്ടപ്പോ ആ വളരെയധികം ആ ഒരു പേരിലൊന്നല്ലാതെ ആഗ്രഹത്തോടു കൂടി കാര്യമില്ല. വിളിച്ചതാണ്. ഉം. അതൊക്കെ കോയ ആയാലും ഏത് ഈശ്വരനായാലും ഉം. മനുഷ്യന്റെ പ്രവൃത്തിയിലല്ലേ കാര്യമുള്ളൂ. അങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ ഗൂഗിൾ പേ പോലും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ ഗൂഗിൾ പേ യൂസ് ചെയ്യണില്ല. അത് ഹറാമിന്റെ തെറ്റല്ലേ. ഇപ്പൊ അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇസ്ലാം പറഞ്ഞ മാതിരി അല്ലല്ലോ ഇപ്പൊ നിങ്ങൾ ജീവിക്കുന്നത്. ജീവിച്ചിണ്ടത് നമ്മള് ഇസ്ലാം പറഞ്ഞ മാതിരിയല്ല പറഞ്ഞാൽ നമ്മള് പഠിച്ചവനെ എനിക്ക് പറ്റിയത് പഠിച്ചവനോ വലുതായിരുന്നു തോന്നിട്ട്. ഇപ്പൊ ഉം. ഞാൻ കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഉം. അതായത് ഇപ്പൊ നമ്മളൊരു ഹൈന്ദവര് ഒരു ഉം. സ്ഥലത്ത് പോയി. ആ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഒരു റെക്കോർഡാണ് ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാല് അവര് രാത്രി 1 മണിക്ക് ഒരു 2 മണി എന്ത് ഫുട്ബോൾ കഴിഞ്ഞ് വരികയാണ് ആ നമ്മളെ വേറെ സ്ഥലത്തുനിന്ന്. ഉം. അപ്പൊ അവര് ഒരു 4 മണി ആയപ്പോത്തിന് ഒരു ഖബർസ്ഥാന്റെ അവിടെ എത്തിയപ്പോ ആ അവര് മുസ്ലിങ്ങളാട്ടോ, ഫുള്ള് മുസ്ലിങ്ങളാണ്. അല്ല ഉം. മുസ്ലിങ്ങളല്ല, വേറെ ആൾക്കാരാണ്. ഉം. നമ്മളെടുത്തന്നെയാണ്. അപ്പൊ ഉം. യു മീൻ ഒരു കാഫിർ? കാഫ് എന്നാല് നമുക്ക് അങ്ങനൊന്നും പറയാൻ തോന്നൂല. വാക്കുള്ളവര് അല്ല, പറഞ്ഞാലോ. ഞാൻ ഖുർആനികമായ ഭാഷയാണ് ചോദിച്ചത്. കാഫിർ ആണോ? അങ്ങനെ. ഉം. അപ്പൊ അവര് എന്താ വെച്ചാല് ഉം. എത്തിയപ്പോ ഒരാളെ കണ്ടു. ഒരു മൂലേരാണെന്ന് അവര് മൂലേരാണെന്ന് പറഞ്ഞാലും മൂലേര് ഇതായി. അപ്പൊ അവര് എവിടെ? വലിച്ചു ഖബർസ്ഥാനിലോ? ഖബർസ്ഥാന്റെ അപ്പുറത്ത്. എന്ന് വെച്ചാ വെള്ളയിട്ട് നിൽക്കുന്ന ഒരു ജിന്ന്. അപ്പൊ മനസ്സിലായില്ലേ പറഞ്ഞു വന്നത്. ഇതൊക്കെ അതായത് നമ്മള് അങ്ങനല്ല. കുട്ടിക്കാലം മുതൽ കേൾക്കണല്ലേ ഈ അത് കഥയൊക്കെ. അങ്ങനല്ല. ഉം. ഞങ്ങൾക്ക് ഒറിജിനൽ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനത്തെ ഒരു ഒറിജിനൽ ഉണ്ട്. അത് നമ്മളിപ്പോ ഇപ്പൊ ചെയ്യൂല. നമ്മൾ അനുഭവിച്ച ഒരാൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ഉം. കിട്ടിയത്. ശരി. അങ്ങനെ ഈ ജിന്ന് 11 മണിക്ക് മാത്രമേ ഉള്ളൂ അതോ ഈ കുട്ടിച്ചാത്തനും പിന്നെ മറ്റേ അതൊക്കെ ഉണ്ടോ? അങ്ങനല്ല. നമ്മളെ കൈ ഞാനൊരു വീഡിയോ ഫോട്ടോ നിങ്ങൾ വാട്സപ്പ് അല്ല, ഉണ്ടല്ലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് സമ്മതിക്കുന്നു. ജിന്നുണ്ടെന്ന് ഞാൻ സമ്മതിച്ചാല് അല്ല നിങ്ങൾ മുസ്ലിങ്ങൾ സമ്മതിച്ചൊന്നുമില്ല. അല്ല, അങ്ങനല്ല. മുസ്ലിങ്ങൾക്കാണല്ലോ ഇപ്പൊ ജിന്നുള്ളത്. അല്ല ജിന്ന് എന്ന് പറഞ്ഞു അല്ല, കഴിഞ്ഞാൽ നിങ്ങളൊന്ന് അങ്ങനല്ല. കേൾക്കി. ആ മുസ്ലിങ്ങളാണല്ലോ ജിന്നിന്റെ കാര്യം പറയാറ്. അതെ 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 അതെ. ഇപ്പൊ ഹിന്ദുക്കള് കുട്ടിച്ചാത്തന്റെ കാര്യം പറയാറില്ലേ? ആ അപ്പൊ കുട്ടിച്ചാത്തനും ഉണ്ടോ?
അത് ഓരോ ഭാഗത്ത് ഓരോ സാധനങ്ങൾ ഉണ്ടാവും, നമ്മൾ പറയാൻ പറ്റൂലല്ലോ. മതത്തിൽ ഓരോ സാധനം ഉണ്ട്, അത് റിയാലിറ്റിയിൽ ഉണ്ടോന്നാ ഞാൻ ചോദിക്കണേ. റിയാലിറ്റിയില് നമ്മളിപ്പോ കണ്ടോടത്ത് നമ്മൾ അനുഭവിച്ചത്, നമ്മളിപ്പോ കണ്ടപ്പോ നിങ്ങൾ ഒരു ജിന്നിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ജിന്നിനല്ല, നമ്മള് അത് വേറൊരു പാടത്ത് കൂടി ഇങ്ങനെ പോന്നപ്പോ, നോണറിയില്ല, പാടത്ത് കൂടി വന്നപ്പോ. അല്ല, നിങ്ങൾ പറയുന്ന സത്യമാണ്, ഞാൻ 100% വിശ്വസിച്ചു. പക്ഷെ ഞാൻ ആ ചോദിക്കണത്, ആ ഈ ജിന്ന് മാത്രമേ ഉള്ളോ കുട്ടിച്ചാത്തനും ഉണ്ടോന്നാണ്. എല്ലാത്തിലും പറഞ്ഞില്ല, എല്ലാ സ്ഥലത്തും എല്ലാം ഉണ്ടാവും നമുക്ക്. പറഞ്ഞതല്ല ഞാൻ ചോദിക്കണേ. ഇപ്പോ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാഫിറിനെ കുറിച്ച് അവരെ വിളിച്ചു ചോദിച്ചാൽ അവൻ ജിന്നിനെ കാണൂല, അവൻ അല്ല, അവര് കുട്ടിച്ചാത്തനല്ലേ കണ്ടു കാണുള്ളൂ. എന്നാണ് പറഞ്ഞത്. അതായത് അവര് ഈ കാറിൽ വന്നപ്പോ, ഞാൻ അതിന്റെ ഫുള്ളായിട്ടില്ല, ഞാൻ പറഞ്ഞപ്പോ കുറെ പറയാനുണ്ട് നമുക്ക്. അങ്ങനെ അന്ധവിശ്വാസമാണെങ്കിൽ ഓക്കെ, നമുക്ക് അന്ധവിശ്വാസം എന്ന് പറഞ്ഞു വിടാം. പക്ഷെ ഇവരിങ്ങനെ വന്നപ്പോ, അതായത് ഇങ്ങനെ മൂലേരെ അങ്ങനെ ഒരാളെ കണ്ടു. അപ്പൊ എവിടക്കാ പോകേണ്ട വെച്ചു. അപ്പൊ വേറെ സ്ഥലത്ത് മരിപ്പുണ്ടല്ലോ അന്ന്, രാത്രിയല്ല മരിപ്പുള്ളത്, മരിച്ചോടത്ത് പോവാണെന്നാ പറഞ്ഞത്. അതില് ഇവര് വെളിച്ചത്ത് ഇയാളെ നിക്കൂല, വെളിച്ചത്തല്ല, കുറച്ചൊരു ഒരു അതിന്റെ അടിയിൽ കൂടിയാണല്ലോ. അതായത് ഇരുട്ടും അതേമാതിരി ഒക്കെ പാടുള്ള നീന്താ നിക്കണ്ടത്, വെളിച്ചത്തൊന്നും മാറുന്നിട്ട്. മഞ്ഞ ലൈറ്റ് അല്ല, ലൈറ്റ് അലർജി ആണെന്നുകൊണ്ട്. അതില് ഇവര് എല്ലാരും കാര്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ച് എല്ലാം ചോദിച്ചപ്പോ കണ്ണാടി ഇതില് മെറില് കാണൂല ഇതിന്റെ സിനിമ കാണണല്ലേ. സിനിമയിലാണെങ്കിൽ ഇവര് നമുക്ക് ഒരാൾ പറഞ്ഞാണെങ്കിൽ ഓക്കെ, ഇവരെല്ലാരും അടക്കം ചോദിച്ചപ്പോ ഇവര് പറയും സിനിമ കണ്ടിട്ടുള്ളവരല്ലേ. സിനിമ ഇപ്പൊ ഒരു നിങ്ങൾ നാട്ടിൽ കൂടെ പോണ ഒരാളെ പിടിക്കാം. ഹലോ, പോയോ കോയ? ജിന്നെ കോയ പോയോ? ജിന്നു കോയ പോയോ? പോയി, ഇടയ്ക്ക് പോയി. അല്ല, ഞാൻ ചോദിക്കണതേ ഇപ്പൊ നമ്മളെ നാട്ടിൽ കൂടെ നടക്കുന്ന ഒരു 10 പേരെ വിളിക്കാം. അതങ്ങനെ തന്നെയാണ്. 10 പേരെ വിളിച്ചിട്ട് നിങ്ങൾ അവരോട് പറയാ, നിങ്ങൾ ഒരു ജിന്നിനെ കണ്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആള് ഒരു ജിന്നാണോ എന്നൊരു സംശയം, അല്ലെങ്കിൽ ഒരു പ്രേതമാണോ എന്നൊരു സംശയം. അപ്പം അത് പ്രേതമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് പറയാം ഈ 10 ആൾക്കാരോടും. ഈ 10 ആളും പറയാൻ സാധ്യതയുള്ള ടെസ്റ്റ് എന്താണ്? ആണയായിരിക്കും 100% ആണയെന്ന കാര്യം ചിലപ്പോ പറയാറ്. അതെ, ഈ 10 ആളും ഇത് ജിന്നാണോ ഈ പ്രേതാണോ ഒറിജിനൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയാൻ അത് വേർതിരിക്കാനുള്ള ടെസ്റ്റ് എന്തായിരിക്കും പറയാൻ സാധ്യത? ചോദിച്ചാ നമുക്ക് കണ്ണാടി പിടിച്ച് നോക്കാന്ന് പറയും. അങ്ങനെ അതല്ല എല്ലാരും പറയില്ലേ? അല്ലെ, ഫോട്ടോ എടുത്ത് നോക്ക്. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ട്, ഒരു സെൽഫി എടുത്താ പോരെ? ഒന്നും ഇങ്ങോട്ടൊന്നും ഒരു സെൽഫി എടുത്തേ. പണ്ടാണെങ്കിൽ കണ്ണാടിയൊക്കെ തപ്പി പോണേ, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, സെൽഫി എടുത്താൽ മതി. സെൽഫി എടുക്കുമ്പോ നമ്മൾ മാത്രമേ കാണുള്ളൂ. ഇതല്ലേ ടെസ്റ്റ്? ഇത് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് പോലും അറിയുന്ന സാധനല്ലേ. അല്ല, അങ്ങനെ ആയിട്ടൊന്നല്ല, ഇതുപോലെ വെറുതെ അറിയില്ലല്ലോ. ഇപ്പൊ വെറുതെ ആൾക്കാരെ കുറച്ചുകൂടി എന്തെങ്കിലും കാര്യഗൗരവമുള്ള കാര്യം പറ കോയ. എന്താണ് കോയ ഇത്? ഈ ജിന്ന് കഥയൊക്കെ പറഞ്ഞ് ആളെ വെറുതെ ഞാൻ ഇങ്ങളതും കേക്കോ, നമ്മളെല്ലായിടത്തും കേക്കലുണ്ട്. നമ്മക്ക് അങ്ങനെ ഈ ജിന്ന് കഥയൊക്കെ വിചാരിച്ചിട്ട് നിങ്ങളെ ഹോമിയോ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് കണ്ടുകൊണ്ട് ഹോമിയോ ആണ്, അല്ലാതെ ഇതൊന്നല്ല ഏറ്റവും കൂടുതൽ. നിങ്ങൾ ഹോമിയോന്റെ ആണെന്ന് പറഞ്ഞപ്പോ കണ്ടപ്പോ തട്ടിപ്പ് എന്നുള്ളതിന്റെ. നമ്മളെ ഈ ഭാഗത്താണ്. മഞ്ചേരിയാണല്ലോ, അവിടെ വണ്ടൂരാ ഭാഗത്തല്ലേ ഒരു ഹോമിയോ ഹോസ്പിറ്റൽ ഈ ക്യാൻസർ? അത് നമുക്കറിയില്ല കേട്ടോ. നിങ്ങളെ നാട്ടിലുണ്ടായിട്ട് നിങ്ങൾക്ക് അറിയില്ലേ? അവിടെ അതുകൊണ്ട് വിചാരിച്ചിട്ട് നമ്മളിപ്പോ എല്ലാരും നമ്മള് കേട്ടോളന്നില്ലല്ലോ. നിങ്ങളെ നാട്ടിലെ പ്രശസ്തമായ സ്ഥാപനം, ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാൻസർ ചികിത്സ, ഇപ്പൊ RCCനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് നിങ്ങൾ നിങ്ങൾ പോയിട്ടുണ്ടോ അവിടെ? അവിടെ പോയിട്ടില്ല, പറഞ്ഞു. ശരി. അപ്പൊ തിരുവനന്തപുരത്ത് കിടക്കുന്ന RCCയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. നിങ്ങളെ തൊട്ട് മൂക്കിന്റെ താഴെയുള്ള ക്യാൻസർ സെന്റർ ഹോമിയോ അത് നിങ്ങൾക്ക് അറിയില്ല? വളരെ മോശം. അതെന്താണ് പോയ അങ്ങനെ? നിങ്ങള് നാടിനെ കൊച്ചാക്കല്ലേ. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അധികം ഇപ്പൊ കേട്ട് വിചാരിച്ചിട്ട് നമ്മളാരും മാറിയതാകുന്നല്ലോ. മാറൊന്നും വേണ്ട, കേട്ടെന്ന് ചോദിച്ചാൽ അന്വേഷിക്കുക, അതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ മാറാതിരിക്കുക പിന്നത്തെ കാര്യം. ഇത് അന്വേഷിക്കുക എന്നുള്ളതാണ് പ്രധാനം. നിങ്ങളിപ്പോ അന്വേഷിച്ചല്ലോ, വിളിച്ചല്ലോ, അതന്നെയാണ് വലിയ കാര്യം. നമ്മള് അങ്ങനെ കുറെ ആൾക്കാർക്ക് കേൾക്കുന്നുണ്ട്. ഞങ്ങള് സംവാദം അവിടെ വെക്കണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട്, വേറെ ഒന്നുമല്ല. അല്ലാതെ സംവാദം വെക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടെന്ന്. ഈ ഉസ്താദുമാരും വരുന്നില്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും ഉസ്താദുമാരുണ്ടോ? നമ്മളെ ഉണ്ണാക്കന്റെ നമ്പർ ഉണ്ടോ നിങ്ങളുടെ കയ്യില്? ഇല്ലല്ല, നമുക്ക് അത്ര വലിയ ഉസ്താദുമാർ. ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ പള്ളിയിൽ പോകുമ്പോഴേ ഉസ്താദിനോടൊന്ന് ചോദിക്കും. നമ്മള് അൺമാസ്കിംഗ് അനോമലി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഉഴുതുമറിച്ച് നടക്കുന്ന ഒരു ടീമുണ്ട്. അതിന്റെ ഒരു മുതലാളി ഉണ്ട്, ബാസിൽ എന്നാണ് ആളുടെ പേര്. ബാസിൽ
പുള്ളി നമ്മൾ സംവാദത്തിന് ഒരു വേദിയിലേക്ക് വെല്ലുവിളിച്ചിട്ട് ഇതുവരെ വരുന്നില്ല, മുങ്ങി നടക്കുകയാണ്. 3 വിഷയങ്ങളാണ് നമ്മൾ വെച്ചിരിക്കണേ. ഒന്ന്, ഓ അള്ളാഹു ഒരു ഒറിജിനൽ ദൈവമാണോ? 2, ഇസ്ലാം ധാർമ്മികമാണോ? ഇസ്ലാം സമാധാനമതമാണോ? മുഹമ്മദ് ആ നബി ഒരു ഉത്തമ മാതൃകയാണ്. ഈ 3 വിഷയങ്ങളാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 4-മത്തെ 5-മത്തെ വിഷയമൊക്കെ ഉണ്ട്. തൽക്കാലം ഈ 3 നമ്മൾ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ അടുത്ത് ഇവര് വേറൊന്ന് പറഞ്ഞിരുന്നു. വിഷയത്തിൽ പൊതുവേദിയിൽ ഉം ഓഫ്ലൈൻ ആയിട്ടുള്ള സംവാദത്തിന് നമ്മൾ വെല്ലുവിളിക്കാൻ തുടങ്ങിയിട്ട് 4-5 വർഷമായിപ്പോ. തൊടുന്നില്ല അവര്. അങ്ങനെ തോന്നുന്നു. ആ നമ്മൾ എന്ത് ചെയ്യും? പല ഉസ്താദന്മാരെ നമ്മൾ വിളിച്ചു. ഒരു അൻസാരി സുഹുരീനെ നിങ്ങൾക്ക് അറിയോ? പിന്നെ ആലപ്പുഴ പുള്ളീനെ വിളിച്ചിട്ട് ആദ്യം ഓക്കെ എന്നൊക്കെ ആദ്യം പറഞ്ഞു. വിഷയം ഇന്നതാണെന്ന് പറഞ്ഞപ്പോ പിന്നെ പുള്ളി ഇങ്ങോട്ട് തെറിയാണ്. പിന്നെ വരില്ല. അറിയോ? ആ അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്തൊരു കംപ്ലൈന്റ് ഒക്കെ ഉണ്ട് പറഞ്ഞു കേട്ടോ. മൂപ്പര് വേറെ കുറെ പ്രശ്നമൊക്കെ ഉണ്ട്. അതൊക്കെ തെളിവ് വേറെ വരട്ടെ, അപ്പൊ പ്രശ്നമുണ്ട്. നമുക്ക് പറയാം. മൂപ്പരുടെ പേരിൽ എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട് അതേമാതിരി. നിങ്ങൾ ഉദ്ദേശിച്ചത് മറ്റേ മാങ്കൂട്ടാൻ കാര്യല്ലേ? അതന്നെ അങ്ങനെ അതന്നെ, പറയുന്നു. അത് വരുന്നുണ്ട്. അത് പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ചാടട്ടെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും പറയാം. അതിപ്പോ ഉസ്താദുമാർ ഏതെടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ പീഡിപ്പിച്ച ഉസ്താദ് അല്ലെങ്കിൽ പീഡിപ്പിക്കാത്ത ഉസ്താദ്. ഇതിലല്ലാത്ത ഒരു ഉസ്താദിനെ നമുക്ക് കിട്ടാനില്ലല്ലോ, അല്ലേ? അപ്പൊ അത് വരട്ടെ. ഇതൊക്കെ പ്രശ്നം എന്താ പറയുക, ഈ വശങ്ങള് ഇവര് അമ്പലമായാലും ഇപ്പൊ അച്ഛന്മാരായാലും ഇപ്പൊ കൊറേ വീഡിയോസ് വരുന്നുണ്ട്. ഇപ്പൊ തന്നെ വേറെ ആൾക്കാരെ പുറത്തുള്ളതൊക്കെ വിടുന്നുണ്ട്. ഇപ്പൊ അച്ഛന്മാരതാണെങ്കിലും ഇതൊക്കെ ഇപ്പുറത്തൊന്ന് പറയും, അപ്പുറത്ത് അതായത് ആനപ്പുറത്ത് പോകും വേണം ആൾക്കാര് മനസ്സിലായില്ല. ആനപ്പുറത്ത് പോകുമ്പോഴാണ് ആൾക്കാര് കാണും ചെയ്യരുത്. അതാണ് പ്രശ്നം. കൊറേയൊക്കെ അതായത് കൊറേയൊക്കെ നല്ല കാര്യങ്ങൾ പറയും. അതിൽ കുറച്ച് നല്ല കാര്യം പറഞ്ഞിട്ട് അതിൽ എനിക്ക് മനസ്സിലായതില് അതിൽ കുറച്ച് നല്ല നമ്മള് പഠിപ്പിച്ചിട്ട് പിന്നെ വേറെ അതിന്റെ അപ്പുറത്ത് വേറെ ഉണ്ടോ എന്നുള്ള കാര്യം പറയും. അതാണ് പ്രശ്നം. എന്ന് വെച്ചാ നിങ്ങളിപ്പോ പള്ളിയില് മുറി അടച്ചിട്ടിട്ട് നിങ്ങൾ ഓണം ആഘോഷിക്കരുതെന്ന് പറയുന്നിട്ട് പുറത്തു വന്നിട്ട് ഈ മതസൗഹാർദ്ദം പറയും. അതല്ല ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാല് ഇവര് ആദ്യം പറഞ്ഞിട്ട് ഫോട്ടോ നമ്മള് അങ്ങനെ വെച്ച കുറെ ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യം എടുക്കേണ്ടൊക്കെ ഫോട്ടോസ്. ഇപ്പൊ ഇവർക്ക് അതിൽ ഈ ട്രോള് ഒരാളെ കളിയാക്കാൻ പാടില്ല, അതില്ല എന്നൊക്കെ പറയും. അതൊക്കെ ഇപ്പൊ ഇവര് ചെയ്യൂല. പിന്നെ അതാണ് നമുക്ക് മഞ്ചേരിയല്ലേ ഇപ്പൊ ഫുട്ബോൾ വേൾഡ് കപ്പ് വരുമ്പോ മെസ്സിന്റെ കട്ടൗട്ട് വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പാടി നടന്ന ആളുകളല്ലേ. എന്നിട്ട് ഇപ്പൊ ഉസ്താദുമാര് തന്നെ സ്വന്തം ഫ്ലെക്സ് അടിച്ച് വെക്കല്ലേ ഇപ്പൊ കട്ടൗട്ടും ഒക്കെ ആയിട്ട്. നമുക്ക് ചോദിച്ചാലുള്ള പണ്ഡിതന്മാരോടാ കുറച്ചൊക്കെ ചോദിച്ചാളുള്ളത്. അല്ലാതെ കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾ പറഞ്ഞ മാതിരി ഇവലൊക്കെ പറഞ്ഞാല് മേലുള്ള ഉണ്ടല്ല ഈ നിങ്ങള് ബാസിലിനെ അങ്ങനെ കുറച്ച് കാണരുത്. ഇന്നത്തെ ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പണ്ഡിതനും വരുന്നില്ല. ആ സ്ഥാനത്ത് ഒന്ന് പൊന്തി നിൽക്കുന്നത് ബാസിലാണ്. ബാസിലോ അങ്ങനെ ഒരാളെ കേട്ടിട്ട് അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല. ബാസിലിന് വലിയ കുറച്ചിലാണത്. ബാസിലോ അങ്ങനെ ഒരാളുണ്ടോ? അങ്ങനെയൊക്കെ ഒരാളുണ്ട്. നിങ്ങൾ കാണണം. അൺമാസ്കിംഗ് അനോമലീസ് എന്നാണ് ആ ചാനലിന്റെ പേര്. അതിങ്ങനെ ഇടയ്ക്ക് കാണണം. നിങ്ങൾ ഈമാൻ ഇങ്ങനെ കൂടും. അതൊക്കെ കണക്കാ. അതെന്തേ കയ്യിന്ന് പോയോ? ഇല്ലല്ല ഞാൻ പിന്നെ ഒച്ച പോയല്ലോ. അല്ല എന്താ പറയാ? എന്താ പറഞ്ഞ കേട്ടില്ല. വോയിസ് പോയി ഇടയ്ക്ക്. നിങ്ങൾ റേഞ്ച് ഇല്ലാത്തോടത്താന്ന് തോന്നുന്നു. എല്ലാ മതത്തിലും ഒക്കെ പറയും, ഒക്കെ ഒരേ വിധത്തിൽ പറയും, സ്വരത്തിൽ പറയും. ഒക്കെ അതന്നെയാണ് അറിയും. പിന്നെ നമ്മളെ നിയമം അനുവദിക്കുന്നുണ്ടല്ലോ, അതിനനുസരിച്ച് കൊണ്ടടക്കാന്ന്. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റൂലല്ലോ. പക്ഷെ ഇപ്പൊ നിങ്ങൾ കാണില്ലേ ഇവിടെ ഓണം ആഘോഷിക്കരുതെന്നൊക്കെ പറയുന്ന ചില ടീച്ചർമാരെയൊക്കെ കണ്ടില്ലേ? ഒരു ഖദീജ ടീച്ചർ. ഇതൊക്കെ മുസ്ലിങ്ങൾ തന്നെയല്ലേ ചെയ്യണത്. പക്ഷെ അതിന് നിയമം അല്ല, അങ്ങനെ അല്ല, മതത്തിനെ കൊണ്ടുനടക്കാനുള്ള ഒരു നിയമം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ ഓണം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞ ടീച്ചർ ഉണ്ടല്ലോ, ആ ടീച്ചർ ഒരു തീവ്രവാദിയാണോ? അത് ചോദിച്ചാല് അങ്ങനെ ഓൽക്ക് അതിനനുസരിച്ച് നമുക്കറിയില്ല കേട്ടോ അതിനെ കറക്റ്റ്. അല്ല ഇപ്പൊ തീവ്രവാദം എന്ന് പറഞ്ഞ എന്താ? ഹലോ 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 നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.